ശുഭ നായർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദേ ഇവിടെ നിന്നുകൊണ്ട് പറയാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ദേ വൈകുന്നേരമായി. നമ്മൾ ഒത്തിരി ദിവസമായല്ലേ ഒരു വീഡിയോ ആയിട്ട് ഇട്ടതും. എൻ്റെ മുഖത്ത് ഞാൻ എന്തെങ്കിലും ഒരു പായ്ക്കിട്ടിട്ടും ഒന്നും സമയക്കുറവ് മൂലവും ഒക്കെ ആയിട്ടാണ് മുഖത്ത് ഒന്നും ഇടാൻ. ഇന്ന് ഞാൻ ഭയങ്കരമായിട്ട് വെയിൽ കൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു കല്യാണം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, അതിന് പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും വേറൊരാവശ്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഇടയ്ക്കൊന്ന് ഒരു സ്ഥലത്ത് കയറുന്നത് കൊണ്ട് ഞാൻ ഓട്ടോ ഒന്നും പിടിച്ചില്ലെങ്കിൽ നടന്ന് പോരാന്ന് കരുതിയേ. ഭയങ്കര വെയിൽ, എൻ്റെ കൈയൊക്കെ ഒന്ന് കറുത്ത്. പക്ഷെ കുട ഉണ്ടായിരുന്നു, ഒരു രക്ഷയില്ല, അതുപോലത്തെ ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ടാൻ മാറുകയും ചെയ്യണം. നമ്മുടെ ടാനും എല്ലാം കൂടി ഇങ്ങനെ കൂടുതലും അടിക്കുമ്പോഴാണല്ലോ നമ്മുടെ ചർമ്മത്തിൽ എന്താ ഫൈൻ ലൈൻസും മനസ്സിലായല്ലോ. ചെറിയ 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 കണ്ണിനടിയിലുള്ള വരകൾ, നമ്മുടെ ചുണ്ടിനടിയിലുള്ള വരകൾ, നമ്മുടെ ചർമ്മം തൂങ്ങിപ്പോകുന്നത്, ഇതൊക്കെ ഒരു സൂര്യതാപം ഏറ്റതുകൊണ്ടും പിന്നെ നമ്മുടെ ചർമ്മത്തിന് ഒരു പരിരക്ഷയും കൊടുക്കാതെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറയുവാണ് പെട്ടെന്ന് നമ്മുടെ ചർമ്മം പ്രായം വിളിച്ചു പറയും അല്ലേ. നമുക്ക് ഫസ്റ്റ് എവിടെയാണ് നമുക്ക് പ്രായം പറയുന്നത്? നമ്മുടെ കയ്യിലൊക്കെ ഡ്രൈനസ് വരും, ചിലരുടെ കഴുത്തേലും ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ ചുളിവുള്ളൂ. അത് കഴുത്തൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഇവിടെ ഡയറക്ഷൻ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. കഴുത്ത് ഓയിലിട്ട് മസാജ് ചെയ്യണം. പിന്നെ ഇപ്പം നമ്മുടെ ഓയിലുണ്ടല്ലോ, ആ ഓയിൽ മുഖത്ത് തേക്കുന്നതിനോടൊപ്പം തന്നെ കഴുത്തേലും കയ്യിലും എല്ലാം മസാജ് ചെയ്യണം. നമ്മൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ചൂട് സമയമല്ലേ, അപ്പോഴേക്കും നമ്മുടെ ചർമ്മത്തെ രക്ഷിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പം കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ. കാരണം ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. ഞാൻ വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇപ്പം ഫുള്ള് മേത്ത് വെള്ളമെല്ലാം ഒഴിച്ച് തലയെല്ലാം അങ്ങ് കഴുകി കേട്ടോ. തല ഞാൻ വൈകുന്നേരം കഴുകാത്തതാണ്. പിന്നെ ഇപ്പം മുടി ഒന്നും അധികം ഇല്ലാത്തത് കൊണ്ട്, പണ്ടൊക്കെയാണെങ്കിൽ വൈകുന്നേരം കുളിച്ചാൽ മുടി ഉണങ്ങാൻ ഭയങ്കര പാടാണ്. ഇപ്പം നമ്മുടെ മുടിയുടെ ഉള്ളൊക്കെ കുറഞ്ഞല്ലോ, അപ്പം പിന്നെ കുഴപ്പമില്ല, അങ്ങ് ഉണങ്ങിക്കോളും. അപ്പോൾ എന്നാലും ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കാതിരുന്നേ. നമ്മുടെ മുട്ടയുടെ വെള്ളയും വേറൊരു ഇൻഗ്രീഡിയൻസുമാണ് ഞാനിപ്പോൾ ഇന്നത്തെ പാക്കിനായിട്ട് എടുക്കുന്നത്. അതായത് നമുക്ക് ആഴ്ച 2 പ്രാവശ്യം ചെയ്യണം, മസ്റ്റായിട്ടും ചെയ്യണം. മുട്ടയുടെ വെള്ളയാണ് നമ്മുടെ ഏജിങ് നമുക്ക് അറിയാതിരിക്കാനായിട്ടുള്ള ഏക മാർഗം. നമുക്ക് മുട്ടയുടെ വെള്ളയുടെ കൂടെ വേറൊരു നമുക്ക് മോയ്സ്ചർ കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത്, ചിലർ നാരങ്ങാനീര് ചേർക്കാം കേട്ടോ. നാരങ്ങാനീര് ചേർക്കുന്നത് മുഖം നിറച്ചിങ്ങനെ ചെറിയ 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 ബ്ലാക്ക് സ്പോട്ട്സ് വരത്തില്ലേ, അങ്ങനെ അങ്ങോട്ട് മുഖം നിറച്ച് കറുത്ത പാടുകളുള്ളവർക്ക് ഞാനിപ്പോൾ എടുക്കുന്നതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് നാരങ്ങാനീര് ചേർക്കാം. അപ്പോൾ ഞാനിപ്പം നാരങ്ങാനീരല്ല ചേർക്കുന്നത്, ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്നത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ മുടിയെല്ലാം ഒന്ന് കെട്ടി വെക്കട്ടെ. കെട്ടി വെച്ചാലേ രക്ഷയുള്ളൂ. അല്ലാതെ ഇപ്പോൾ മുട്ടയുടെ വെള്ളയുമാണ് തന്നെയല്ല, ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷെ തണുപ്പുമുണ്ട്. എന്നാൽ അപ്പോൾ അതേ മുടിയെല്ലാം അങ്ങ് പൊക്കി അങ്ങ് കെട്ടി അങ്ങ് വെച്ച് കേട്ടോ. കാരണം ഭയങ്കര നമ്മൾ ചൂടിൻ്റെ തന്നെയല്ല, ഞാനിവിടെ ഫാൻ കുറച്ചിട്ടിട്ടുണ്ട്, ചൂടിൻ്റെ തന്നെയല്ല, മുട്ടയുടെ വെള്ളയല്ലേ. അതിനി കുളി കഴിഞ്ഞുകൊണ്ട് ഇനി മുടിയിലോട്ടൊക്കെ ആയെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ മുടി അങ്ങ് പൊക്കി കെട്ടി വെച്ചത്. പിന്നത്തെ കാര്യം, നമ്മൾ ഇപ്പോൾ മുട്ടയുടെ വൈറ്റ് മാത്രമേ എടുക്കാവൂ കേട്ടോ. ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതാ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അവിടെ ഇട്ട് ചെറുതായിട്ട് കൊട്ടുവാണേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് വൈറ്റ് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാവുന്നെന്ന്. ഇതാ ഇത് കണ്ടോ, വരാൻ തുടങ്ങി. മതി. നമ്മുടെ സ്കിന്നിൽ തേക്കാൻ ആവശ്യത്തിന് നമ്മൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് എന്തിനാണ് നമ്മളിത് മുഖത്തിന് എന്തിനാണ് ഇടുന്നതെന്നുള്ള കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞപ്പോൾ തന്നെ അതിൽ നിന്ന് മനസ്സിലായി കാണും. നമ്മുടെ ഫൈൻ ലൈൻസൊക്കെ മാറാൻ, റിങ്കിൾസ് മാറാൻ, പിന്നെ അതുപോലെ മുഖത്തെ ഒന്ന് ചെറുപ്പമാക്കാനായിട്ട്, അതായത് മുഖത്ത് പ്രായം നമ്മുടെ മുഖത്ത് അറിയാതിരിക്കാനായിട്ടാണ് നമ്മുടെ ഈ മുട്ടയുടെ വെള്ളയുടെ കൂടെ ചേർക്കേണ്ടത്. അത് നിങ്ങളുടെ ചോയ്സാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവനവൻ്റെ മുഖത്തെ അവനവൻ അറിഞ്ഞ് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ തേനാണ് ഒഴിക്കുന്നത്. തേൻ നല്ലൊരു മോയ്സ്ചറൈസർ അല്ലേ. മുട്ടയുടെ വെള്ളയെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം ഒന്നും ഇത്രയും വേണ്ടല്ലേ, ഇത് ഒത്തിരി കൂടുതലുണ്ടല്ലേ, എങ്കിലും ഇരിക്കട്ടെ. ഇതാ ഞാൻ തേൻ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഇത് കണ്ടോ, കാണത്തില്ലല്ലേ.
ഇത്രയേ ഒഴിച്ചു കൊടുത്തു. ഇനി നല്ല പോലെ മിക്സ് ചെയ്യണം. നന്നായിട്ട് നമ്മുടെ കൈയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഇത് രണ്ടും കൂടെ ഒരേ ഒരു ഇതുപോലെ ആവണം കേട്ടോ. ഞാൻ എൻ്റെ മുഖത്തൊന്നുമില്ല, രാവിലെ കണ്ണെഴുതിയതിൻ്റെ കാജലിൻ്റെ ഒക്കെ ഇരിക്കുക കേട്ടോ. പിന്നെ പൊട്ട് അല്ലാതെ ഞാനിപ്പം നന്നായിട്ട് കുളിച്ചിട്ട് വന്നതാണേ. അപ്പം നമുക്ക് ഈ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു 30 വയസ്സ്, എനിക്ക് 30 വയസ്സായതേ ഉള്ളൂ, ഇത് ചെയ്യണോ ചേച്ചി, ഒരുപാട് ക്വസ്റ്റ്യൻസ് വാട്സപ്പിൽ വരും. പിന്നെ ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയട്ടെ, നിങ്ങളെല്ലാവരും വീഡിയോയുടെ അടി വന്ന് കമൻ്റ് ഇടാത്ത എന്താ? ഇതുപോലെ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും വീഡിയോയുടെ അടി വന്ന് കമൻ്റ് ഇട്. ഇപ്പം വേറെ ഒരാൾക്ക് ആ ഒരു സംശയം ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ പറയുമ്പോൾ ഞാൻ അതിന് മറുപടി തരുമ്പം ആ കൂടെ ഒരു റിപ്ലൈ ആവത്തില്ലേ? അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടണം കേട്ടോ. അതായത് എനിക്ക് വാട്സപ്പിൽ വന്നല്ല നിങ്ങൾ കമൻ്റ് ഇടണ്ടേ. ഞാൻ പല പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള, എന്നോട് ദേഷ്യമാകുന്നുണ്ടായിരിക്കുമല്ലേ, എന്നാലും ഞാൻ പറയുമോ, എനിക്ക് വാട്സപ്പിൽ വന്നല്ല കമൻ്റ് ഇടണേ. എല്ലാ ചാനലിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇതിൻ്റെ എന്താ ഇടുന്ന വീഡിയോയുടെ അടി വന്നാണ് കമൻ്റ് ഉണ്ടായത്. നിങ്ങൾക്കങ്ങ് സ്വാതന്ത്ര്യമായിപ്പോയി. വാട്സപ്പിൽ വന്ന് എന്തും ശുഭ ചേച്ചിയുടെ അടുത്ത് അല്ലെങ്കിൽ ശുഭയുടെ അടുത്ത് എന്തും ചോദിക്കാം, പറയാം. വാട്സപ്പിൽ വന്ന് മതി എന്നുള്ള ഒരു ഇതായിപ്പോയി. ഞാനങ്ങനെ റിപ്ലൈ തന്ന് നിങ്ങളെ അങ്ങ് പഠിപ്പിച്ചു. അതാണ് പ്രശ്നം അല്ലേ. അപ്പം ഇനി മുതൽ എല്ലാവരും യൂട്യൂബിൻ്റെ അടിയിൽ വന്ന് തന്നെ കമൻ്റ് ഇടുക. നല്ല കമൻ്റ് ആണെങ്കിലും ചീത്ത കമൻ്റ് ആണെങ്കിലും എന്ത് കമൻ്റ് ആണെങ്കിലും അത് വാട്സപ്പിൻ്റെ അടി വന്ന് കമൻ്റ് ഇടണം. യൂട്യൂബിൻ്റെ അടി, ഞാൻ ഇടുന്ന വീഡിയോയുടെ അടി വന്ന് തന്നെ നിങ്ങൾ കമൻ്റ് ഇടണം കേട്ടോ. ഇത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമല്ല, ഇത് കണ്ടോ. ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണേ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം. എനിക്കെന്താണെന്നറിയോ, ഒരു ശ്വാസം മുട്ടണം പോലെ. ഇവിടെ ഞാൻ മറ്റേ ഇതുണ്ടല്ലോ, കുന്തിരിക്ക എല്ലാം കൂടെ പോച്ചായിരുന്നു സന്ധ്യ ആയപ്പോഴേ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇവിടെ ഒക്കെ ഉണ്ട്. അതാണ് എനിക്ക് സംസാരിക്കുമ്പോൾ ഒരു ശ്വാസം മുട്ടുന്ന പോലെ. പോകാം. ഇനി ഈ ഒരു ടോപ്പ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് അലക്കാനുള്ളതാണ്. ഞാനിപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കുക. പിന്നെ ഏറ്റവും എളുപ്പം തന്നെ ഉണങ്ങുന്ന ഡ്രൈ ആകുന്ന ഒരു പായ്ക്കാകട്ടോ ഇത്, മുട്ടയുടെ വെള്ളം. തേനും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേനും ഉണ്ടല്ലോ, നമുക്ക് മുട്ടയുടെ വെള്ളയുടെ ഒരു ഉളുമ്പ് മണമോ ഒന്നുമില്ല കേട്ടോ. അതാരും പേടിക്കണ്ട. ആഴ്ച 2 പ്രാവശ്യം ചെയ്യാം. പിന്നെ പെട്ടെന്ന് തന്നെ ഇത് ഒരു 10 മിനിറ്റ് അങ്ങനെ അറ്റം പോയാൽ, പിന്നെ തേനിനകത്ത് മിക്സ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഒരു 15 മിനിറ്റ്, അതിൽ കൂടുതൽ ഒട്ടും വെച്ചുകൊണ്ടിരിക്കേണ്ട. കാരണം പെട്ടെന്ന് ഡ്രൈ ആകും കേട്ടോ. പിന്നെ ഇതിട്ടുകൊണ്ട് ഒത്തിരി സംസാരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനിത് ഇട്ട് മസാജ് ചെയ്തിട്ട് കാണിക്കാം. എൻ്റെ ഇവിടെ ഒരു കുരു കണ്ടോ പിള്ളേരെ ചേച്ചിമാരെ നിങ്ങൾ കണ്ടോ? എന്നാന്നറിയുമോ, കഴിഞ്ഞ പ്രാവശ്യം ത്രെഡ് ചെയ്തപ്പോൾ ഇവിടെ ഒന്ന് പൊട്ടിയായിരുന്നു. വീട്ടിൽ വന്നപ്പോഴേ അവിടെ പൊട്ടിയിരിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷെ അത് അവിടെ കുരുവായിട്ട് വന്നു. എന്നിട്ട് ഞാനത് പൊട്ടിച്ച് കളയാതെ അവിടെ ഇരിക്കുക. തന്നെ അങ്ങ് ഉണങ്ങി അങ്ങ് പോകട്ടെ എന്ന് വിചാരിച്ചു. എന്തൊരു കഷ്ടമാണ്. നമ്മൾ എത്ര ജനങ്ങൾക്ക് ത്രെഡ് ചെയ്ത് കൊടുക്കണം, ഇന്ന് വരെ ആരും കുരു വന്നെന്നോ പൊട്ടിയെന്നോ. ഇതൊരു പുതിയ സ്ഥലത്ത് പോയി എടുത്തതാണ്. എല്ലാ സ്ഥലത്തും, പ്രത്യേകിച്ച് കണ്ണിൻ്റെ അടിയിൽ, ചുണ്ടിൻ്റെ താഴെ, കഴുത്തിലോട്ട് ഞാൻ തേക്കുന്നില്ല. കാര്യം ഞാനിപ്പോൾ മേല് കഴിയതാണ്.
അതുകൊണ്ട് ഞാൻ കഴുത്തിലോട്ട് തേച്ച് കൊടുക്കുന്നില്ല. ഞാൻ ഇതിന് ബാക്കിയിരിക്കുന്ന കയ്യിലോട്ടൊക്കെ തേച്ച് കൊടുക്കും. അപ്പോൾ കറക്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. വീണ്ടും ഒന്നും കൂടെ ദേഹം കഴുകണം. കയ്യിലും ഒക്കെ പിന്നെ കഴുത്തിലും കൂടെ തേച്ചേക്കാം. നിങ്ങൾക്ക് പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഇത് ഒരു 10-20 വയസ്സായ തേക്കാവോ? ഒരു 20 വയസ്സായാലും നമുക്ക് മുഖത്തിട്ട് കൊടുക്കാവുന്നതാണ് മുട്ടയുടെ വെള്ള തേന് കേട്ടോ. ഒരുപാട് മുഖത്ത് കറുത്തപാടും വരകളും കുത്തുകളും ഒക്കെ ഉണ്ടെങ്കിൽ നാരങ്ങാനീര് മുട്ടയുടെ വെള്ളയ്ക്കകത്ത് മിക്സ് ചെയ്യുക. പിന്നെ ഇത് ചുളിവ് മുഖത്ത് നല്ലതായിട്ടുള്ളവർക്ക് ആഴ്ച 3 ദിവസം ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ചുളിവുകൾ പൂർണ്ണമായിട്ട് മുഖത്തുനിന്ന് മാറും. പിന്നെ ഇതിട്ട് കഴിഞ്ഞ് നമ്മുടെ ഓയിലും കൂടെ ഒന്ന് തേച്ച് മസാജ് ചെയ്താൽ മതി. അപ്പം പൂർണ്ണമായിട്ടും നമ്മുടെ മുഖത്തെ ചുളിവുകൾ പമ്പ കിടന്നോളും. അപ്പോൾ ഒരു 20 വയസ്സാണെങ്കിലും ഒരു 55, 60, 65, 70, 75 വയസ്സായാലും പ്രശ്നമില്ല. നന്നായിട്ട് തേച്ച് മസാജ് ചെയ്യുക. ഒരുപാട് ചുളിവുകളൊന്നും മുഖത്തില്ല എങ്കിൽ ആഴ്ചയിൽ 2 ദിവസവും നല്ലതായിട്ട് ചുളിവുകൾ മുഖത്തുണ്ടെങ്കിൽ, ഒത്തിരി പേര് വാട്സപ്പിൽ വന്ന് ചോദിക്കുന്നില്ലേ, ശുഭേ മുഖം നിറച്ച് ചുളിവുകളാണ്, ഓയിൽ തേച്ച് ഒരുപാട് കുറവുണ്ടെന്ന് പറയുന്നുണ്ട്. എങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്ന സ്കിന്നിന് നല്ലതാണ് കേട്ടോ. സ്കിന്നിന് നല്ലൊരു എന്താ പറയുന്നത്, നമ്മൾ സ്കിന്നിനെ സംരക്ഷിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്കിന്ന് നന്നായിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇത് ഒരു 10-15 മിനിറ്റ് കഴുകി കളഞ്ഞിട്ടേ ഞാൻ ഇത് ഒരു കഴുകി കളയത്തുള്ളൂ കേട്ടോ. ചുമ്മാ വെറും വെള്ളത്തിൽ നന്നായിട്ട് നല്ലപോലെ വെറുതെ വെള്ളത്തിൽ നന്നായിട്ട് തേച്ച് കൈ കൊണ്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇനി വരേണ്ട കാര്യമില്ല. വൈകിട്ട് നമുക്ക് ലൈവിൽ കാണാം. 9 മണിയാകുമ്പോൾ ലൈവ് വരാം. 9-9:15 ആകുമ്പോഴത്തേന് ലൈവ് വരാം. അപ്പോൾ ഇത് കഴുകി കളഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇത് മനസ്സിലാകും. പെട്ടെന്ന് തന്നെ ലൈവ് റിസൾട്ടാണ്. നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലോ വരും. നമ്മുടെ മുഖത്ത് നല്ലൊരു മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാം. ഈ മുട്ടയുടെ വെള്ള ആയതുകൊണ്ട് കുറച്ച് നമ്മൾ തേനും കൂടെ അല്ലേ മിക്സ് ചെയ്തേക്കുന്നത്. വേണമെങ്കിൽ ഒരു ഡോട്ട് മോയ്സ്ചറൈസർ മുഖത്ത് തേച്ച് കൊടുക്കാം. അലോവേര കയ്യിലുണ്ടെങ്കിൽ അതാണ് തേച്ച് കൊടുക്കാം. നമ്മുടെ ഓയിലുണ്ടെങ്കിൽ അത് തേച്ച് കൊടുക്കാം ഇത് കഴിയുമ്പോൾ കേട്ടോ. ഇത് ആഴ്ചയിൽ 2 ദിവസം ചെയ്താൽ മതി. എടുത്ത് പറയുവാണ്, ഇത് നമുക്ക് എന്നും മുഖത്ത് തേക്കാൻ പറ്റാവുന്നതല്ല. നമ്മുടെ സ്കിന്നിനെ ചെറുപ്പമാക്കാനും സാഗിങ് തടയാനും അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടിയുള്ള പായ്ക്കാണിത്. നമ്മുടെ കണ്ണിൻ്റെ താഴെയൊക്കെ കണ്ടോ, ഇങ്ങനെ ഫൈൻ ലൈൻ വരും. അപ്പം അതിനു വേണ്ടിയൊക്കെയുള്ള ഒരു നല്ലൊരു ചർമ്മത്തിനെ ഇറുക്കമുള്ളതാക്കി തീർക്കാനുള്ള ഒരു പായ്ക്കാണിത്. അപ്പോൾ ഒരുപാട് ചുളിവുകൾ മുഖത്തുള്ളവർ 3 ദിവസവും, നോർമൽ അതായത് പ്രായമായി ചുളിവുകളൊക്കെ വരാം എന്നുള്ളവർക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യവും ചെയ്ത് കൊടുക്കാം. അതല്ല ഒരു 20 വയസ്സ് മുതൽ നമ്മുടെ മുഖത്തിട്ട് കൊടുക്കാം, ആഴ്ചയിൽ 1 കേട്ടോ. അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ലൈവിൽ വരാം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ബൈ.